നമ്മുടെ ഇത് എങ്ങനെയല്ല ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ മാനുഫാക്ചറിങ് ഡെവലപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ അത് കുറച്ചുകൂടി നമ്മൾ ഫാക്ടറി ഓറിയൻറ്റഡ് ആയിട്ട് ടെക്നിക്കൽ സൈഡിലൊക്കെയുള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇത് എങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആർട്സിലാണ്, അല്ലെങ്കിൽ ഒരു ഹോബി ടാലൻ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഗതിയിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആംബിയൻസ് കാണുമ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടി കാണും. മോഡലിംഗ് അല്ലെങ്കിൽ സ്കൾപ്ചറിങ് അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതും മീഡിയം സെറാമിക് ആണ്. നമ്മൾ ക്ലേ മോഡലിംഗ് ഒക്കെ പൊതുവേ കാണാറുണ്ട്, പോട്ടറി ഒക്കെ നമ്മൾ ഇപ്പോഴത്തെ എന്താണ് വർക്ക്ഷോപ്സും ക്യാമ്പിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ സെറാമിക് മീഡിയം വെച്ചിട്ട് നമ്മൾ സ്കൾപ്ചറിങ് അല്ലെങ്കിൽ മോഡലിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള എപ്പിസോഡാണ് നമ്മുടെ ഇന്നത്തെ ഇത് എങ്ങനെ കാണാം. നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ വന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ചെമ്പഴുതിയിലുള്ള സെറാബാഗിലാണ്. അതായത് ഒരു സെറാമിക് സ്റ്റുഡിയോ ആണ്. ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ബൈജു സാറാണ്. അപ്പോൾ സാറാണ് നമുക്ക് ഇന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മളിത് ഫുൾ വർക്ക് ചെയ്ത് തന്നെ മനസ്സിലാക്കും എന്താണെന്നുള്ളത്. സാർ നമസ്കാരം. അപ്പോൾ സെറാബാഗിൻ്റെ ഫൗണ്ടറാണ് ബൈജു സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാർ, എങ്ങനെയാണ് ഈ സെറാബാഗിൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലം ഞാൻ പഠിച്ച ട്രിവാൻഡ്രം ഫൈനാൻസ് കോളേജ്, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത് ബറോഡ MS യൂണിവേഴ്സിറ്റിയിൽ സെറാമിക് സ്കൾപ്ചർ എന്നുള്ള സബ്ജക്റ്റ് എങ്ങനെ കഴിയും. കാരണം ബേസിക്കലി അതിന് സെറാമിക് സ്കൾപ്ചർ. അപ്പോൾ അങ്ങനെ അവിടുത്തെ പഠനമെല്ലാം കഴിഞ്ഞ് അവിടെ പഠിപ്പിച്ചു. അവിടുത്തെ പഠനമെല്ലാം കഴിഞ്ഞ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് സ്വന്തമായ നാട്ടിലൊരു സ്റ്റുഡിയോ തുടങ്ങണം, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടിയാണ് ഈ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 30 വർഷം മുമ്പ് ഈ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ടെറാക്കോട്ട സ്റ്റുഡിയോ ആയിട്ടാണ് അത് ആരംഭിക്കുന്നത്. ഇവിടെ എല്ലാം ഉള്ളൂർ എന്നുള്ള സ്ഥലത്താണ് ഈ സ്റ്റുഡിയോ ആരംഭിക്കുന്നത്. ആ 30 വർഷം മുമ്പ് എൻ്റെ അത്രയും സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഒരു ചെറിയ ടെറാക്കോട്ട ലോ ടെമ്പറേച്ചർ സ്റ്റുഡിയോ തുടങ്ങാൻ മാത്രമേ കഴിഞ്ഞിരുന്നു. പിന്നെ എൻ്റെ മനസ്സിലെ ചെറുപ്പകാലം മുതലുള്ളൊരു ആഗ്രഹമാണ് സെറാമിക് എന്ന മീഡിയത്തിലേക്ക് വർക്ക് ചെയ്യണമെന്ന്. കുഞ്ഞുനാളിൽ വീട്ടിൽ അലമാരകളിൽ ചില്ലി അലമാരയ്ക്കുള്ളിൽ വളരെ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന പാത്രങ്ങൾ, മാത്രം കൊടുത്തിരിക്കുന്ന പാത്രങ്ങൾ, അതിൻ്റെ വാല്യൂ അത്രയും അന്നുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ എവിടെ പോയാലും നമ്മൾ ആ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ കൊടുക്കത്തില്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറാമിക് പാത്രത്തിൽ കൊടുക്കുക അല്ലേ. നമ്മൾ രാവിലെ ആരംഭിക്കുന്നതിന് സെറാമിക് ആയിട്ടുള്ള വാഷ് മെഷീനുകളാണ് നമ്മുടെ തുടക്കം തന്നെ. അപ്പോൾ അങ്ങനെ ഇത്രയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മീഡിയം അത് കേരളത്തിൽ ഇതുവരെയും അങ്ങനെ അതിനുവേണ്ടി ഒരു കോഴ്സ് തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചൊരു സംഭവം അത് സമൂഹത്തിൽ എൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. അങ്ങനെയാണ് ഒരു സെറാബാഗ് എന്ന ഒരു രൂപത്തിലേക്ക് ഇത് കടന്നു വരുന്നത്. ഞാൻ സെറാമിക് സ്കൾപ്ചറായുണ്ട്. ഒരു സെറാമിക് സ്കൾപ്ചർ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഫോം ചെയ്തതാണ്. പക്ഷേ എനിക്കൊരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്, പഴയ ആഗ്രഹം എന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം നിങ്ങൾ തന്നെ വന്നത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. കാരണം കാണാനോട് ഞാൻ ഇടയ്ക്ക് പറയായിരിക്കും, ഇത് ആക്ച്വലി ഉച്ച സമയമാണ്, ലഞ്ചൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. സാറിൻ്റെ ഒരു എനർജി ഒട്ടും കുറവല്ല. അതൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാറിൻ്റെ താല്പര്യം. വരുന്ന കുട്ടികളെ സംബന്ധിച്ചോളം എല്ലാവർക്കും അതിൻ്റെ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം താങ്കൾ വന്നാലും ശരി, ഇനി ഈ സ്റ്റുഡിയോയിൽ ആര് വിസിറ്റ് ചെയ്യാൻ വന്നാലും ശരി, പഠിക്കണമെന്നേ ഇല്ല. ഞാൻ വരാറുണ്ട്, നിങ്ങൾ വന്ന് പൈസ മുടക്കി പഠിക്കണമെന്ന് എനിക്ക് നിർബന്ധമല്ല. യു കം ആൻഡ് വിസിറ്റ് മൈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയം അങ്ങനെയാണ്. ഇപ്പം നമ്മൾ എന്താ പറയുന്ന ഈ ചായ കുടിക്കുന്ന മഗ് മുതൽ ഇന്ന് സ്പേസിലെ റോക്കറ്റ്സിൻ്റെ ഉള്ളിൽ വരെയുള്ള സ്പെയർ പാർട്ട് വരെ ഈ മീഡിയം ഉപയോഗിച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. കാരണം ഇതിന് ഹൈ ടെമ്പറേച്ചറും ലോ ടെമ്പറേച്ചറിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ഒരു സ്വഭാവം ഈ ക്ലേക്കുണ്ട്. എത്ര വലിയ ചൂടിലും എത്ര വലിയ തണുപ്പിലും അതിനൊന്നും സംഭവിക്കത്തില്ല. അതിന് നമ്മുടെ പഴയ മോഹൻജദാരോ മുതലുള്ള ഒരു കഥയുണ്ട്. മോഹൻജദാരോ ഹാരപ്പ മുതലുള്ള ഒരു ചരിത്രം ഉണ്ട്. അവിടെ നിന്നാണ് ഈ ക്ലേയുടെ ഒരു ആരംഭം, അല്ലെങ്കിൽ ക്ലേയുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ക്ലേയുടെ കൊണ്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കി തുടങ്ങിയ ഒരു ആരംഭം. അത് ഇന്നും ഇപ്പോഴും നിലനിന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ എന്താ പറയുക ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ നമ്മൾ ഇനിയും വളരേണ്ടിയിരിക്കുന്നു. ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. പണ്ട് മഹാരാജാവ് ആണ് ഈ കേരളത്തിൽ ഒരു ഇസ്ലാമിക് സ്റ്റുഡിയോ, ഒരു ഇസ്ലാമിക് ഫാക്ടറി തുടങ്ങുന്നത്, കുണ്ട്ര. അതിൽ നിന്ന് അടച്ചുപൂട്ടിൻ്റെ വക്കിലാണ് അടച്ചുപൂട്ടിലാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ചൈന ക്ലേ കിട്ടുന്നത് ഒന്ന് നമ്മുടെ തോന്നക്കിലാണ്, ആറ്റിങ്ങൽ തോന്നൽ.
ഇന്ത്യയിലെ നമ്പർ 1 ഇന്ത്യയിൽ തന്നെ ഒരു സംഭവം നമുക്ക് അങ്ങനെ കിട്ടുന്നത് തിരുവനന്തപുരത്താണ്. നമ്മുടെ ഇവിടെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ബെസ്റ്റ് ചൈന ക്ലേ കിട്ടുന്നത് പറയുന്നത് കച്ചിലാണ്, ഗുജറാത്തിലെ കച്ചിലാണ്. പക്ഷേ നമ്മളെ ചൈന ക്ലേ ആണ് ഇത് നമ്പർ 1 ചൈന ക്ലേ. പക്ഷേ ഇത് ഞാൻ 1 കിലോ മേടിക്കണമെങ്കിൽ ഞാൻ കൽക്കട്ടയിൽ പോകും. അതാണ് നമ്മുടെ അവസ്ഥ. അല്ലെങ്കിൽ അവരെനിക്ക് 1 ടണ്ണോ 2 ടണ്ണോ തരും. കാരണം ഇത് പ്രോസസ്സ് ചെയ്ത് പല ലെവലിൽ പോകും. ഈ ചൈന ക്ലേ മാത്രം കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചൈന ക്ലേ അതിൻ്റെ പാർട്ട് മാത്രമാണ്. 100 ഗ്രാം ക്ലേ എടുത്താൽ നമ്മൾ 100 ഗ്രാം ക്ലേ എടുക്കുകയാണെങ്കിൽ ഇതൊരു 2 kg ക്ലേ ഉണ്ട്. അപ്പോൾ ഈ 2 kg ക്ലേ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് അല്ലെങ്കിൽ 1 kg ക്ലേ എടുത്തോളൂ. അപ്പോൾ 1 kg ക്ലേ എടുത്താൽ അതിനകത്ത് വെറും ചൈന ക്ലേ മാത്രമാണ്. സിറാമിക് ക്ലേ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്ലേയുടെ മിക്സറാണ്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ചൈന ക്ലേ, ബോൾ ക്ലേ, ഫാരി ക്ലേ നിങ്ങൾക്ക് കാണാം അവിടെ മുകളിൽ ഞാൻ സ്റ്റാൻഡേർഡ് ഓക്കെ ബെൻഡനൈറ്റ്, ടോൾക്ക്, ഫെക്സ്വ ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇതെല്ലാം വെരി നാച്ചുറൽ, ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ്. അതിനകത്ത് ഒരു കെമിക്കൽസോ ഒന്നുമില്ല. ഇതൊരു വൈറ്റ് ക്ലേ ആണെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇത് നോക്കിയ ഒരു മഗ്ഗാണ്. മഗ്ഗിന്റെ പിടി ഒരു ബ്ലേഡാണ്. ഇത് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു മഗ്ഗിന്റെ പിടി ബ്ലേഡ് ആയിട്ട്? ശത്രുക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ സ്നേഹ ബാംഗ്ലൂരിൽ നിന്നൊരു കുട്ടിയാണ്. അപ്പോൾ അയാൾ ഇന്ന് രാവിലെ വന്നതാണ്. അയാൾക്ക് ഇത്തരമൊരു പ്ലേറ്റ് അല്ലെങ്കിൽ ഇത്തരമൊരു പ്ലേ ഇതാണ് സാധനം. നമ്മുടെ XN0 ചെയ്യുന്ന പോലെ പക്ഷെ ഇത് മൂവ് ചെയ്യാം. സോ എഗ് ആൻഡ് അവക്കാഡോ ടൈപ്പ് സാധനം ചെയ്യുന്നത്. ഇതിങ്ങനെ ഇത് സ്റ്റോൺ വെയർ ബോഡിയും ഇത് പോർസിലിൻ ക്ലേ ബോഡിയാണ്. രണ്ട് ക്ലേ ബോഡിയാണ്. കുറേ നല്ല വൈറ്റ് ഇല്ല, കുറേ ഫയർ നല്ല വൈറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒരു ട്രേ നമുക്ക് എന്താ ചെയ്തൂടെ? എന്നാൽ നമുക്ക് ചെയ്യാം. അപ്പോഴേ ഇതൊരു മിക്സ് ഓഫ് ക്ലേ. ഇപ്പോൾ വൈറ്റ് കളർ ബോഡിയാണ്, ഫയർ ചെയ്യുമ്പോൾ വൈറ്റ് ആയിട്ട്. അപ്പോൾ ഇതെന്താ പറയുന്നത്, നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 1 kg മുതൽ അല്ലെങ്കിൽ ഒരു 1 ടൺ വരെ നിങ്ങൾക്ക് മാർക്കറ്റ് കിട്ടും. ഇങ്ങനെ മിക്സ് ചെയ്ത ക്ലേ ബോഡി കിട്ടും. നിങ്ങൾക്ക് സ്വന്തമായി മിക്സ് ചെയ്തെടുക്കാം. മാർക്കറ്റിൽ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും മെയിൻ സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ ക്ലേ വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കും. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തുറന്ന് നോക്കും. ഓക്കെ, തുറന്ന് നോക്കും. വീണ്ടും ഒന്നും കൂടെ കട്ട് ചെയ്യും. വീണ്ടും തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ പൊളിച്ച് നോക്കണ്ടേ ഇപ്പോൾ എയറുണ്ട് കണ്ടോ. അപ്പോൾ ഈ മിക്സ് ഓഫ് ക്ലേ ആയതുകൊണ്ട് ആ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ എവിടെയെങ്കിലും എയർ ബബിൾസ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഈ എയർ പോക്കറ്റ്സ് റിമൂവ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ എവിടെ ചെന്നാലും ആരും ഒന്നും പറയത്തില്ല ക്ലേ തരും. അപ്പോൾ ക്ലേ എന്നവിടെ എടുത്ത് വർക്ക് ചെയ്യരുത്. ആദ്യം അതിനെ വെഡ്ജ് ചെയ്ത് ഒരു കവർ ചെയ്ത് പാക്ക് ചെയ്ത് മാറ്റി വയ്ക്കുക. ആവശ്യത്തിന് മാത്രമേ ഇറ്റ്സ് കോൾഡ് വെഡ്ജിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് മാവ് ഉറയ്ക്കുന്ന പോലെയല്ല, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വെഡ്ജിങ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു ടൈപ്പ് വെഡ്ജിങ് ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു ആരോഗ്യം വേണം. ബുൾ ഹെഡ് വെഡ്ജിങ്. ഓക്കെ, അപ്പോൾ അതിനാദ്യം ക്ലേ എടുത്തിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് മനുഷ്യനെ വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്യും. എന്താ പുഷ് ചെയ്യും, പിന്നെ റോൾ ചെയ്യും. പുഷ് ആൻഡ് ഫോൾഡ്. എന്താ പുഷ് ആൻഡ് ഫോൾഡ്. ഓക്കെ, പുഷ് ആൻഡ് ഫോൾഡ്. പുഷ്. അപ്പോൾ ഇങ്ങനെ പുഷ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ എന്താ ബുൾ ഹെഡ് ഉണ്ടോ. അപ്പോൾ അതിനെ ബുൾ ഹെഡ് വെഡ്ജിങ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പല 2-3 ടൈപ്പ് ഓഫ് വെഡ്ജിങ് ഉണ്ട്. ഇതെല്ലാം സ്പൈറൽ വെഡ്ജിങ് വേറെ ഉണ്ട്. സ്പൈറൽ. ഓക്കെ, അപ്പോൾ പുഷ് ചെയ്യും, ടേൺ ചെയ്യും, പുഷ് ടേൺ പുഷ് ഉണ്ടോ. പുഷ് ചെയ്യണം, ടേൺ ചെയ്യണം ഉണ്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ സി ഓരോ ലെയറുണ്ട്. ഈ ഓരോ ലെയറിനകത്തൂടെ ഇതിന് കറങ്ങി വരും. ഓരോ ലെയറിനകത്തൂടെയും എയർ പൊട്ടി പുറത്ത് സ്കൂളിൽ പഠിപ്പിച്ചിട്ട് ചെയ്യാൻ പറയുമ്പോൾ ഒരു ടെൻഷൻ വരത്തില്ല. അതുകൊണ്ട് എനിക്ക് നമ്മളിപ്പോൾ ആദ്യം ഇതെടുത്ത് ചേർത്ത് പിടിക്കും. ഓക്കെ, ഫോൾഡ് ചെയ്താണ്. റൈറ്റ്. ഓക്കെ, ഗുഡ്. ഓ വെരി നൈസ്.
നന്നായിട്ട് ചെയ്യും. ഓക്കെ, എനിവേ ഇതാണ് ദ പ്രോസസ്സിങ് ഓഫ് വെജ്. ശരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഞ്ചിലാണ് തുടങ്ങുന്നത്. പിഞ്ച് അപ്പോൾ ഒരു പീസ് ഓഫ് ക്ലേ എടുത്തിട്ട് ഇങ്ങനെ ബോൾ എടുക്കണം. ബോൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ കൈ ഇങ്ങനെ താക്കും. ഉണ്ടാവും കൈ ഇങ്ങനെ താക്കും ബോൾ ഉണ്ടാക്കി. അപ്പോൾ ഇതിലിവിടെ ഇങ്ങനെ പിടിച്ച് നോക്കുക എത്ര തിക്നെസ് ഉണ്ടെന്നുണ്ട്. ഇവിടെ ഒന്ന് തൊട്ട് ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ തിക്നെസ് നോക്കി ഉണ്ടാവും. തിക്നെസ് കുറവല്ലേ? ഇനി ഇതിനെ എല്ലാ സൈഡിലേക്ക് നമ്മളിങ്ങനെ പിൻ ചെയ്ത് താഴത്തെ അതേ തിക്നെസ് പിൻ ചെയ്ത് കൊണ്ട് ഉണ്ടോ? പിൻ ചെയ്ത് നോക്കി. ഈവൻ തിക്നെസ്സിൽ അത് നന്നായിട്ട് പിൻ ചെയ്ത് ഒരേ ലെവലിൽ പിൻ ചെയ്ത് ബോളായില്ലേ? ഈവൻ തിക്നെസ് ആയില്ലേ? അല്ലേ? ഇങ്ങനെ പതുക്കെ ഷേപ്പ് ചെയ്ത് എടുക്കുക. വേണമെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഡയ കുറഞ്ഞുകൊണ്ടിരിക്കും. ഡയ കുറഞ്ഞ എന്നിട്ടത് പിൻ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? അതെ. And this is the first pinch bowl. ഇതുപോലെ ഒരു ബോൾ വെച്ചിട്ട് നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ബ്രഷ് ഫ്ലവർ ഡെക്കറേഷൻ. കുറച്ച് ശൃംഖാവുന്ന അറിയാൻ പറ്റുന്നുണ്ട്. വലുതായിട്ടിരുന്നത് അത് ആദ്യത്തെ ഒരു ഫയറിംഗ് ഉണ്ട്. ആദ്യത്തെ ഫയറിങ്ങിനകത്ത് അത് നമ്മൾ ബിസ്ക്കറ്റ് ഫയറിംഗ് എന്നാണ് പറയുന്നത്. ഇത് ബിസ്ക്കറ്റ് ഫയർ പീസ് പിന്നെയും കൊച്ചിൻ്റെയാണ്. പീസാണ് ഓരോ പ്രാവശ്യം ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 150 ഡിഗ്രിയിലാണ് ഫയർ ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിൽ നമുക്ക് കളർ ചെയ്യാൻ എളുപ്പമാണ്. 1 2 ഗ്ലേസ് ഡിപ്പ് ചെയ്യാനൊക്കെ ഇതാണ് സുഖം. ഗ്രീൻ ലെയറിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാൻ പക്ഷേ അത് പെട്ടെന്ന് നാശമായി. ഇതാകുമ്പോൾ നമുക്ക് കളർ തെറ്റിപ്പോയി വാഷ് ചെയ്ത് വീണ്ടും വീണ്ടും കളർ ചെയ്യാം, വീണ്ടും ഗ്ലേസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജാണ് ബിസ്ക്കറ്റ് ഫയർ. സെക്കൻഡ് സ്റ്റേജാണ് ബിസ്ക്കറ്റ് ഫയർ. ബിസ്ക്കറ്റ് ഫയർ. Different texture variants. ഫ്ലവറാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ക്ലേയുടെ തന്നെ മിക്സ് ചെയ്തിട്ട് ക്ലേ സ്ലിപ്പ് എന്നാണ് പറയുന്നത്. ക്ലേ സ്ലിപ്സ്. ഓക്കെ, ഇത് വെച്ച് നമുക്ക് അഡീഷണൽ ഇപ്പൊ ഹാൻഡിൽ ആഡ് ചെയ്യാനാണെങ്കിൽ ഫ്രീ ആഡ് ചെയ്യുന്നതെല്ലാം ഈ ക്ലേയുടെ സ്ലിപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പിന്നെ ചെറുതായിട്ട് ചെറിയ സ്ക്രാച്ച് യൂസ് ആവും. ഇതിന്റെ മുകളിലാണ് ഞാനിത് കൊണ്ട് നോക്കിയിരിക്കുന്നത്.
ഓരോരോ സാധനങ്ങളിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന സാധനങ്ങളുമായിട്ടൊക്കെ ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് പിഞ്ച് മെത്തേഡ്. നേരത്തെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലാബിലാണ് ചെയ്യുന്നത്. സ്ലാബില് ഇതെല്ലാം സ്ലാബാണ്. കുറച്ചുകൂടെ ഈവൻ ആയിട്ടൊക്കെ വേണ്ട പിഞ്ച്. അതിനകത്ത് നിങ്ങൾക്ക് എനി ടെക്സ്ചർ ടെക്സ്ചർ എടുത്തിട്ടാണ് മതി. പേപ്പറിന് ടെക്സ്ചർ എടുത്തിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ ടെക്സ്ചറും എന്ത് ടെക്സ്ചറാണ് കൊടുക്കാം. ആ ഒരു മെഷീനിൽ തന്നെ ടെക്സ്ചർ ഇത് സ്ലാബ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. മീറിലൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ വലിയ കുറേ മീറിലൊക്കെ ചെയ്യുമ്പോൾ സ്ലാബ്സ് നമ്മൾ സ്ലാബ് ഉണ്ടാക്കുമ്പോൾ കുറേ ശ്രദ്ധിക്കേണ്ട പ്രശ്നമാണ്. എസ്പെഷ്യലി അതിൻ്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 mm തിക്നെസ്, അത് കഴിഞ്ഞ് നമുക്ക് 6 mm തിക്നെസ്, അല്ലെങ്കിൽ 8 mm തിക്നെസ്, ഇതെല്ലാം പല കനത്തിലുള്ള വുഡൻ റീപ്പേഴ്സ് അല്ലെങ്കിൽ അക്ലിക് ഷീറ്റ്സ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ടെക്സ്ചർ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇത് ഒരു പേപ്പറിൻ്റെ ടെക്സ്ചർ എടുക്കുന്നുണ്ട്. കൊറിഗേറ്റഡ് പേപ്പറിൻ്റെ ടെക്സ്ചർ അതിനൊക്കെ ബോത്ത് സൈഡുണ്ട്, 2 സൈഡുണ്ട് ടെക്സ്ചർ. എന്നിട്ട് നോക്കി ഇവിടെ നിങ്ങൾ വെച്ചിട്ട് കഴിഞ്ഞു പരിപാടി. ഇവിടെ ഞാൻ ആ ടെക്സ്ചർ കളിക്കുന്നത്. ഇത് അപാര ടെക്സ്ചർ ആട്ടോ. ചെയ്യാൻ പോകുന്നത് അത്തരം രീതിയിലുള്ള ഒരു പ്ലേറ്റ്. അപ്പോൾ അതിന് ഞാൻ എടുക്കുന്നത് ഒരു 8 mm ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഒരു കനത്തിൻ്റെ സ്ലാബ് ഉണ്ടാക്കും. അപ്പോൾ ഒരു ക്ലേ എടുത്തിട്ട് അതിന് ക്ലേന് സ്ലാബിലേക്ക് കൊണ്ടുവരും. അപ്പോൾ സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് എല്ലാം പ്രസ് ചെയ്ത് ചെറുതായി ഇടിക്കരുത്. കരാട്ട പിടിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ റോൾ ചെയ്യാം. സെൻറ്റർ വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് റോൾ ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇത് പൊക്കം കൂടുതലായിരിക്കും. ഈ കണക്കിൽ തന്നെ റോൾ ചെയ്യാം. ഞാൻ വന്നപ്പോൾ തൊട്ട് പുള്ളിക്കാരി ഇത് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പേഷ്യൻസ് ലെവൽ ഉണ്ടല്ലോ, കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത്. കുറച്ച് തിരിച്ചു വെച്ചു, തിരിച്ചു വയ്ക്കും. അടിക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് തിരിച്ചു വയ്ക്കും. കിഡ്നി സ്ക്രാപ്പ് സ്മൂത്ത് ആയതല്ല സർഫസ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഫിനിഷ് ചെയ്യും. പ്രസ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാവും. ചെറുതായിട്ട് റോൾ ചെയ്യാം. അതവിടെ നിൽക്കും. പ്ലെയിൻ സർഫസ് ഇങ്ങോട്ട് വേണമെങ്കിൽ റോൾ ദിസ്. ലിഫ്റ്റ് ചെയ്ത് കൊണ്ട് വെച്ചു. ചിട്ട് കട്ട് അധികം ഏകദേശം കിട്ടിയോ? ഏകദേശം
നമ്മളിപ്പോൾ ഇനി കളർ ചെയ്യാൻ പോവാ. ഇത് എന്ത് ടൈപ്പാണ്? ഇത് വാട്ടർ ബേസ് ആണല്ലോ എന്തായാലും. വാട്ടർ ബേസ്ഡ് ആണ്, പക്ഷേ ഇതിന് അണ്ടർ ഗ്ലേസസ് എന്നാണ് പറയുന്നത്. അണ്ടർ ഗ്ലേസസ്. ഈ കളർ ചെയ്തതിന് ശേഷം നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ഗ്ലേസ് ഡിപ്പ് ചെയ്യുമ്പോൾ ആ ഗ്ലേസ് അവിടെ നന്നായിട്ട് പുറത്തേക്ക് വരും. മാത്രമല്ല ഇത് വന്നിട്ട് 1250 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫയർ ചെയ്യുമ്പോൾ മാത്രമേ ആ അണ്ടർ ഗ്ലേസ് മെൽറ്റായി ആ ബോഡിയോട് ചെയ്യും. അത് മാത്രമല്ല ഇത് ഒരു ഫുഡ് സേഫ് കളർ കൂടെയാണ്. നമ്മളിതുവരെ ചെയ്തത് സ്റ്റോൺ വെയർ ക്ലേ ബോഡിയാണ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലേ ബോഡീസ് ഉണ്ട്. സ്റ്റോൺ വെയർ ഉണ്ട്, എർത്തേൺ വെയർ ഉണ്ട്, പോസ്റ്റ്ലൈൻ ഉണ്ട്, ബോൺ ചെയിൻ. നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇരുന്ന് ബിരിയാണി കഴിക്കുന്ന പ്ലേറ്റ് ഒക്കെ ഉണ്ട്, പ്യോർ വൈറ്റ്. അത് ബോൺ ചെയിൻ ആയിരുന്നു. ബോൺ ചെയിൻ ആൻസ് അറൗണ്ട് 80% ബോൺ ആഷ്, ബോണിൻ്റെ ആഷും 20% ചൈനക്ലേ വെച്ചിട്ടാണ് ബോൺ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതൊരു പോസ്റ്റ്ലൈൻ ക്ലേ ആണ്. ഇത് ഉപയോഗിച്ചാണ് പല്ലൊക്കെ ഉണ്ടാക്കുന്ന ഈ ക്ലേ ആണ്. അത്രയും ആ സെയിം ക്ലേ അത് ക്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഡയറക്റ്റ് ഇട്ട് വർക്ക് ചെയ്യാം, കൂടുതലും സ്ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്ക്രീൻ ചെയ്യാം, പെയിൻറ്റ് ചെയ്യാം, വർക്ക് ചെയ്യാം. അത് മാത്രമല്ല ഇതൊരു ലൈറ്റിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ലൈറ്റ് പാസ് ചെയ്യും. ഇതെല്ലാം അണ്ടർ ഗ്ലേസസ് ആണ്, പക്ഷെ ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന അണ്ടർ ഗ്ലേസസ് ആണ്. വെരി ഫൈൻ ആൻഡ് വെരി ബ്രൈറ്റ് കളേഴ്സ്. ഇതാണ് എൻ്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കൾപ്ചർ. ഒരു ഒറ്റഹിൻ ബോക്സാണ്. അത് ഫുൾ എർത്ത് ഇങ്ങനെ എർത്തിനെ ഇലസ്ട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായി. ടൈ ഓക്കെ, ഇത് വേറെ വർക്കിൻ്റെ ഭാഗമാണ്. വളരെ വളരെ പൊളിറ്റിക്കൽ വാല്യൂ ആയിട്ടുള്ളൊരു ടൈ ആണ്. മനസ്സിലായി, പൊളിറ്റിക്കൽ വാല്യൂ ഉള്ള ടൈ ആണത്. നമ്മുടെ ഈ ഒരു നമ്മുടെ ഗ്രീൻ വെയർ, ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ ഗ്രീൻ ഇപ്പോൾ ഗ്രീൻ വെയർ ആണ്. ഗ്രീൻ ഒരു 2 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആവും. അപ്പോൾ ഈ നല്ല ഡ്രൈ ആയി ഇതിനകത്തെ മോയ്സ്ചർ കണ്ടന്റ് എല്ലാം പുറത്ത് പോകും. നല്ല ഡ്രൈ ആവാം. ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ലോഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഡ്രൈ ആയിട്ട് നമ്മൾ ഇതിനകത്ത് ലോഡ് ചെയ്യും. ആദ്യം ഒരു ഫയർ ചെയ്യും, ബിസ്ക്കറ്റ് ഫയർ ചെയ്യും. അതിന് 800 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഫയർ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെടുത്തിട്ട് ഗ്ലേസ് എല്ലാം ഡിപ്പ് ചെയ്യാം, ഗ്ലേസ് ഡിപ്പ് ചെയ്യാം, സ്പ്രേ ചെയ്യാം, പോർ ചെയ്യാം. ഇപ്പോൾ മഗ്നകത്തൊക്കെ ഗ്ലേസിനകത്ത് ഒഴിച്ചിട്ട് ഇങ്ങനെ കറക്കിയിട്ട് തിരിച്ചു വെച്ചിട്ട് അങ്ങനെ പോകുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ഗ്ലേസ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ആണ് പിന്നെ അതിനകത്ത് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫയർ ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ആയിട്ടുള്ള കുറേ ഒബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് കിലൻ ഫർണിച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ കിലൻ്റെ ഫർണിച്ചറിൻ്റെ എന്ന് പറഞ്ഞാൽ ഷെൽഫ്, അതിൻ്റെ കാലുകൾ, പ്രോപ്സ് എന്ന് പറയും. അത് ഓരോ മഗ്ഗിൻ്റെയൊക്കെ പൊക്കം അനുസരിച്ചിട്ടായിരിക്കും അതിനൊക്കെ വരുന്നത്. അതനുസരിച്ചിട്ട് ഷെൽഫ് ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ഗ്ലേസ് ഫെയറിങ്ങിനാകുമ്പോൾ ഒരു വർക്കും വേറെ വർക്കും ടച്ച് ചെയ്യാൻ പാടില്ല. കുറച്ച് സ്പേസ് മെൽറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ബിസ്ക് ഫെയറിനാണെങ്കിൽ നമുക്ക് മാക്സിമം ടച്ച് ഒരുമിച്ചിട്ട് വെക്കാൻ പറ്റും ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമ്മുടെ ഇതിനകത്ത് വെച്ച് ഒരു 8 മണിക്കൂർ ആദ്യത്തെ ഫയറിങ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ട് ടെമ്പറേച്ചർ തുടങ്ങുമ്പോൾ 32 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക് ഒരു 50 ഡിഗ്രി 60 ഡിഗ്രി ഒക്കെ ആകുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാം. ഗ്ലേസ് ഫെയറിങ്ങിന് അതുപോലെ തന്നെ ടെമ്പറേച്ചർ തുടങ്ങുമ്പോൾ 32 ആയിരിക്കും, 1250 വരെ പോകും. എന്നിട്ട് അത് പിന്നെ ഒരു 1 ഡേ ഫുൾ ഡേ 24 hours എങ്കിലും മിനിമം വേണം കൂൾ ഡൗൺ ആവാൻ. സെക്കൻഡ് ഡേ 3rd ഡേ ആയിരിക്കും മിക്കവാറും ഓപ്പൺ ചെയ്യുന്നത്.
നല്ലൊരു വെറൈറ്റി കാര്യം പറഞ്ഞിട്ട് വേണം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. ഇത് സാറിൻ്റെ വിസിറ്റിംഗ് കാർഡ്സ് ആണ്, പ്യുവർ ആർട്ട്. ഇത് സാറിൻ്റെ വിസിറ്റിംഗ് കാർഡാണ്. അതുപോലെ തന്നെ ഈ മിനിയേച്ചർ സാധനങ്ങളുണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. ഈ മിനിയേച്ചർ കുഞ്ഞ് എന്തൊക്കെ മിനിയേച്ചർ സാധനങ്ങളാണെന്നോ. ഇതൊരു ടോയ്സ് ഒക്കെ. ആമാ, ശരിക്കും ഉച്ചയ്ക്ക് വന്ന് പഠിക്കാൻ തുടങ്ങിയത്, രാത്രിയായി, സമയം പോയത് അറിഞ്ഞത് കൂടിയില്ല. ഇനിയിപ്പോൾ എന്തായാലും പോയേ പറ്റുള്ളൂ. അപ്പോൾ ശരി, ഇതുപോലെ അടുത്തൊരു എപ്പിസോഡ്, ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡായിട്ട് വീണ്ടും കാണാം.